പുതിയ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഫ്രീഡം ഓഫ് ആക്ഷൻ. അതിർത്തിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്തു ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? നമ്മുടെ പട്ടാളത്തിനുണ്ട്. പെർമിഷൻ ചോദിക്കണ്ട. 2, ഓൺ ദ സ്പോട്ട് പ്രതികരിക്കാം. അവിടുന്ന് അടി വന്ന തിരിച്ചടി, അവിടുന്ന് വെടി വന്ന തിരിച്ചു വെടി. സ്വതന്ത്ര അധികാരം സൈന്യത്തിന് ജൂൺ 15, 2020 ജൂൺ 15 ശേഷം സൈന്യത്തിന് കൊടുത്തു. എന്നിട്ട് യൂസ് ഓഫ് ഫയർ ആംസ് അനുവദിച്ചു. അതായത് സാഹചര്യം വന്നാൽ തോക്കുപയോഗിക്കാം എന്നും നമ്മൾ സൈന്യത്തിന് അധികാരം കൊടുത്തു. അതായത് എന്താണോ സാഹചര്യം അതിന് തത്തുല്യമായ നടപടി ഇന്ത്യൻ സൈന്യത്തിന് എടുക്കാമെന്ന് റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ്സ് ഈ ഗാൽവാൻ സംഭവത്തിന് ശേഷം ജൂൺ 15 ഉണ്ടായ സംഭവത്തിന് ശേഷം നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ സമ്പൂർണ്ണ അധികാരം സൈന്യത്തിന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നരവന പറയുന്നത് എന്താണ്? ടാങ്കുകൾ വന്നതെന്ന 2020 ഓഗസ്റ്റ് 3. ജൂൺ 15 സംഭവത്തിന് ശേഷം ജൂൺ 16-നോ 17-നോ സമ്പൂർണ്ണ അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ നരവന 20-ാം തീയതി ഓഗസ്റ്റ് 3, 2020 ഓഗസ്റ്റ് 3 കേന്ദ്ര സർക്കാർ ഞാൻ മോദിയെ വിളിച്ചു, ഞാൻ രാജ്നാഥ് സിംഗിനെ വിളിച്ചു, ഞാൻ അജിത് ഡോവലിനെ വിളിച്ചിട്ട് അവരാരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് വീഴ്ച പറ്റി, ഗുരുതരമായ വീഴ്ച പറ്റി. അതുകൊണ്ടാണ് അദ്ദേഹം സംയുക്ത സേന മേധാവിയാകാതിരുന്നത്. അദ്ദേഹം പേടിച്ചു പോയി. ചൈനീസ് ടാങ്ക് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ചങ്ങായി വരണ്ടു പോയിന്നേ. നമുക്കൊരു വലിയ കരസേനയുടെ തലപ്പത്തിരിക്കുന്ന ആളെ ആക്ഷേപിക്കാൻ ഉദ്ദേശമില്ല. പക്ഷേ ഇത് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാർ സംയുക്ത സേനാ മേധാവി ആക്കാത്തതിൻ്റെ ഒരു ചുരുക്കും കൂടെ വെച്ചിട്ടാണോ പുസ്തകം എഴുതിയത്? ആ പുസ്തകം ഇനിയൊരു വിവാദമാവട്ടെ എന്ന് വെച്ച് അദ്ദേഹം കാരവന് ചോർത്തി കൊടുത്തതാണോ? അതും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ മാർഗ്ഗമില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളോ ഇതുമായിട്ട് നോക്കുമ്പോൾ ശുദ്ധ അസംബന്ധം. എന്തിനാണ്? എന്നിട്ടും ഇയാൾ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഓടിക്കുമെന്നല്ല പറഞ്ഞത്, മുന്നോട്ട് പോകൂ, നിങ്ങൾ ഉചിതം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൂൾ ഓഫ് എൻഗേജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ചൈനീസ് ടാങ്ക് വന്നെങ്കിൽ അവർ നമ്മളെ അടിക്കുകയാണെങ്കിൽ നമ്മളും അടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മുടെ സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ കരസേനാ മേധാവി വീഴ്ച വരുത്തിയപ്പോൾ അയാളോട് റൂൾ ഓഫ് എൻഗേജ്മെൻറ്റ് പറഞ്ഞു, എന്താണോ ചെയ്യേണ്ടത് അതങ്ങോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. സത്യത്തിൽ മോദിക്കും രാജ്നാഥ് സിംഗിനും നമ്മൾ കൈയടിക്കല്ലേ വേണ്ടത്?